ഒരു വീഡിയോ 45-45 ഡേയ്സിൽ നമ്മൾ ഒരു പ്രോഡക്റ്റും കൊടുക്കാൻ എവിടെയും എഴുതി വെച്ചിട്ടില്ല. നമുക്കത് കൊടുക്കാൻ പറ്റില്ല. പണിക്കാർ ഇവർക്കൊക്കെ അറിയായിരിക്കും ഓരോ ഗോഡസ് അത് എന്നൊക്കെ പറഞ്ഞ് കാണും പടമിടുന്നവര്. പക്ഷെ ഇവര് ആക്ച്വലി ദേ ഏൺ ഫ്രം യൂട്യൂബ് ആൻഡ് ദേ സെൽ സ്റ്റുപ്പിഡ് മെറ്റീരിയൽ ഓൺലൈൻ. ഈ 100 രൂപയ്ക്ക് കൊടുക്കാവുന്ന സാധനം അവർ 30 രൂപയ്ക്ക് തരുന്നെന്ന് പറയുമ്പോൾ എല്ലാവരും കയറി ഇറങ്ങി നോക്കും, അല്ല ഇത് എന്തുവാ എന്നൊന്ന് തൊട്ട് നോക്കും. അപ്പോൾ അവർക്ക് യൂട്യൂബിൽ നിന്ന് ദേ ഗെറ്റ് ലോട്ട് ഓഫ് മണി, ദാറ്റ് ഈസ് ദെയർ ഇൻകം. അപ്പൊ ഇത്രയും ഇപ്പൊ പറഞ്ഞതെല്ലാം ഈ പുള്ളിക്കാരത്തി ചിരിച്ചുകൊണ്ട് കേട്ടോണ്ടിരിക്കുകയാണ്. മൂൺ ഗോഡസ് ബൈ അനിത അല്ലേ? മലയാളം ചാനലിൽ ചേച്ചി അധികവും മൂൺ ഗോഡസിനെ സപ്പോർട്ട് ചെയ്യുന്നതായി കാണാറുണ്ട്. അവർ ഫ്രണ്ട്സ് ആണ് എങ്കിൽ പോലും അവരുടെ കസ്റ്റമേഴ്സിനെ നിരാശരാക്കരുത് എന്നെങ്കിലും പറഞ്ഞൂടെ? മെറ്റീരിയൽ ക്വാളിറ്റിയും കൊള്ളത്തില്ല എന്ന് ഒരുപാട് റിവ്യൂസ്. ഈ പുള്ളിക്കാരത്തിയോ? ഇവർ മറ്റേ ബ്യൂട്ടി ബ്ലോഗർ അല്ലേ? ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. മൂൺ ഗോഡസിൻ്റെ വീഡിയോ നമ്മൾ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമൻറ്റ് ബോക്സ് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ ഇത്രയും പച്ചയ്ക്ക് പറ്റിക്കുന്നൊരു സ്ഥാപനം ഈ മലയാളക്കരയിലുണ്ട്. ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കഥകൾ, ലൈഫിൽ വന്ന സ്ട്രഗിള്, ഇതെല്ലാം പറയുമ്പോഴും അവർ എന്തുമാത്രമാണ് ഈ സമൂഹത്തിനോട് കാണിക്കുന്നൊരു പരിപാടി എന്നുള്ളത് കൂടെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. പക്ക പ്യുവർ സ്കാം ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ 1-2 കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ആരും അധികം ചർച്ച ചെയ്യാത്തൊരു കാര്യം, ഈ മൂൺ ഗോഡസിന് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഇന്നലെ മൊത്തം ഞാൻ അവരുടെ വെബ്സൈറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ആ വെബ്സൈറ്റിൻ്റെ അകത്ത് തന്നെ ഷിപ്പിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്, 30 ഡേയ്സോ 45 ഡേയ്സോ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ അവരുടെ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ ഡിലേ വരാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും അവിടെ പോയി ഓർഡർ ചെയ്യാനുള്ള നിങ്ങളുടെയൊക്കെ മനസ്സുണ്ടല്ലോ, സമ്മതിക്കണം. എത്രയോ ചെറുകിട ഇതേപോലെ രീതിയിൽ കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുടെ കമൻറ്റുകളൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിനകത്ത് കണ്ടു. അവരൊക്കെ ഇതൊക്കെ വളരെ ക്വാളിറ്റിയിലൊക്കെ ചെയ്യുന്നതുണ്ട്. പക്ഷേ എന്നിട്ടും ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ഇവരുടെ ഇതിനകത്ത് ഷിപ്പിംഗ് മാത്രമാണ് പറഞ്ഞതെങ്കിൽ സത്യം പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ കുറേ അധികം ആൾക്കാർക്കും കിട്ടിയ പ്രോഡക്റ്റും മോശമാണെന്നുള്ള കാര്യം, അവരെടുക്കുന്ന ആ ഒരു ക്വാളിറ്റിയിലല്ല ഈ സാധനം ആൾക്കാർക്ക് കിട്ടുന്നത്. വളരെ അടിപൊളിയായിട്ടൊക്കെ വീഡിയോ എടുക്കും, പക്ഷേ ആ സാധനം കയ്യിൽ കിട്ടുമ്പോൾ ചീപ്പാണെന്നുള്ള രീതിയിലേക്ക് അടക്കം പറയുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളൊക്കെ റിയാക്ട് ചെയ്യുന്ന ഇവർക്ക് ഈ യൂട്യൂബേഴ്സൊക്കെ വിമർശിക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതൊക്കെ പുറകെ കാണാം. ഒരു വീഡിയോ അവർ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അവർ റിയാക്ട് ഇവർക്കൊക്കെ അറിയായിരിക്കും ഓരോ ഗോഡസ് അത് എന്നൊക്കെ പറഞ്ഞ് ധാരാണെന്ന് മനസ്സിലായോ? ബീന കണ്ണൻ, അതായത് നമ്മുടെ ഷീമാട്ടിയുടെ ഓണറായിട്ടുള്ള ബീന കണ്ണൻ, ഈ എന്താണ് ഇൻസ്പയറിംഗ് കഥകളായിട്ടൊക്കെ മാറണമെങ്കിൽ, ഒരാളെ റിയൽ ലൈഫ് മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള ആളാണ്. കാരണം സ്വന്തം ലൈഫിൻ്റെ സ്ട്രഗിളിൽ അങ്ങേയറ്റം പോയിട്ട് പിന്നീട് ഒരു സാമ്രാജ്യം വീണ്ടും കെട്ടിപ്പടുത്തുയർത്തിയ ഒരു ആളാണ് ഈ പറഞ്ഞ ഷീമാട്ടിയുടെ ബീന കണ്ണൻ. പുള്ളിക്കാരത്തി ഒരിക്കൽ പറഞ്ഞൊരു കാര്യമാണ് ഇവിടെ ഈ പുള്ളിക്കാരത്തി ഏതാണ്ട് 1 വർഷത്തിന് മുമ്പ് എന്തോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തേക്കുന്നത്. ഇവർക്കൊക്കെ അറിയായിരിക്കും ഓരോ ഗോഡസ് അത് എന്നൊക്കെ പറഞ്ഞ് കാണും പടമിടുന്നവര്. പക്ഷെ ഇവര് ആക്ച്വലി ദേ ഏൺ ഫ്രം യൂട്യൂബ് ആൻഡ് ദേ സെൽ സ്റ്റുപ്പിഡ് മെറ്റീരിയൽ ഓൺലൈൻ. ഈ 100 രൂപയ്ക്ക് കൊടുക്കാവുന്ന സാധനം അവർ 30 രൂപയ്ക്ക് തരുന്നെന്ന് പറയുമ്പോൾ എല്ലാവരും കയറി ഇറങ്ങി നോക്കും, അല്ല ഇത് എന്തുവാ എന്നൊന്ന് തൊട്ട് നോക്കും. അപ്പോൾ അവർക്ക് യൂട്യൂബിൽ നിന്ന് ദേ ഗെറ്റ് ലോട്ട് ഓഫ് മണി, ദാറ്റ് ഈസ് ദെയർ ഇൻകം. അപ്പൊ ഇത്രയും ഇപ്പൊ പറഞ്ഞതെല്ലാം ഈ പുള്ളിക്കാരത്തി ചിരിച്ചുകൊണ്ട് കേട്ടോണ്ടിരിക്കുകയാണ്. മൂൺ ഗോഡസ് ബൈ അനിത അല്ലേ? അപ്പൊ പുള്ളിക്കാരത്തി കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പുള്ളിക്കാരത്തിക്ക് അതിനകത്തൊരു ഓവർ കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് ഈ സംഭവത്തിന്റെ അകത്ത് പോലും. ഓക്കെ, ഇനി എന്തെല്ലാം കൊണ്ടുപോട്ടെ, നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ബീന കണ്ണൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഈ പറഞ്ഞ പ്രോഡക്റ്റ് ചീപ്പാണെന്നുള്ള കാര്യം, ഇതിനകത്തുള്ള കുറെ തട്ടിപ്പ് കമ്പനികൾ എന്നൊക്കെ പറയുന്ന സംഭവത്തിന്റെ കാറ്റഗറിയിൽ പെടുത്തിക്കൊണ്ട് ഈ ഗോഡസ് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇത് ഇവരെ തന്നെയാണെന്ന് വിശ്വസിച്ചിട്ടാണ് ഇവർ ഈ വീഡിയോ റിയാക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ബീന കണ്ണൻ അന്ന് പറഞ്ഞ കാര്യം നിങ്ങളിന്ന് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ ദയവായി കമന്റ് ചെയ്യണം. ഒന്നും ഇപ്പോഴുള്ളവർ അറിയുന്നില്ല. ഈ വരുന്ന തുണി എന്താണെന്നോ, ആ തുണി കൊള്ളാവോ എന്നോ, റീയൂസബിൾ ആണോ എന്നോ ഒന്നും അറിയുന്നില്ല. ഈ പറഞ്ഞതില് ഗോഡസ് എന്ന് ഉദ്ദേശിച്ചത് എന്നെയാണെന്ന് എനിക്കറിയാം. സാരില്ലേ, കാരണം അതും ഞാനൊരു പ്രൗഡായിട്ട് തന്നെ കാണുന്നു. കാരണം ഒരു കോമ്പറ്റീറ്റേഴ്സിനെ പറ്റി ചോദിക്കാതിരുന്ന ഒരു സമയത്തും ഒരു നമ്മളെ, അതായത് ഗോഡസ് അല്ലെങ്കിൽ മൂൺ ഗോഡസ് എന്ന ഒരു കാര്യത്തെ ഓർത്ത് പറഞ്ഞതിന് അത് ഏറ്റവും പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. അതിലൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ യൂട്യൂബ് വരുമാനം കൊണ്ടല്ല ജീവിക്കുന്നത്. കാരണം എൻ്റെ യൂട്യൂബ് ചാനലിന്റെ മോണിറ്റൈസേഷൻ ഇതുവരെ, നമുക്ക് 6 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്, ഇതുവരെ ഞാൻ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടില്ല. അത് യൂട്യൂബിലും ഇല്ല, ഇൻസ്റ്റാഗ്രാമിലും ഇല്ല. അത് മാത്രമല്ല, ചെറുപ്പം മുതൽ നമ്മൾ ആരെ പോലെ ആവണമെന്ന് ചോദിച്ചാൽ ഒരാളുടെ പേര് പറയുമായിരുന്നു. ആള് തന്നെ എന്റെ പേര് പറയാതെ പറഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷം. എന്തിനേയും പോസിറ്റീവായിട്ട് കണ്ടാൽ നമുക്ക് തീർച്ചയായിട്ടും ഉയരങ്ങൾ കീഴടക്കാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും ഉയരങ്ങളിലേക്ക് തന്നെ പോകട്ടെ. കാരണം എന്തിനേയും പോസിറ്റീവായിട്ട് തന്നെ കാണണം. ഈ പറയുന്ന ജനങ്ങൾ പറ്റിക്കപ്പെടുന്നു, നിങ്ങളാൽ വഞ്ചിതരാകുന്നു. നിങ്ങൾ ഷിപ്പിംഗ് എന്ന് പറഞ്ഞുള്ള ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആൾക്കാർക്ക് പ്രൊഡക്റ്റ് കൊടുക്കാതെ അവരുടെ പൈസയും വാങ്ങിച്ച് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ വലിയ രീതിയിൽ ആ ഒരു സംഭവം വെച്ചിട്ട് സ്കാം പോലെ പരിപാടി നടത്തുമ്പോഴേക്കും അതിനെക്കുറിച്ച് വിമർശിക്കുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോഴും നിങ്ങൾ വളരെയധികം അതിനെ പോസിറ്റീവായിട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു.
കമന്റ് ബോക്സിലെ കമന്റാണ് രസം. 4 മാസത്തിന് മുമ്പാണ്, ഇത് ഇപ്പോഴും പോലും ഒന്നല്ല, ഈ കമന്റ് ബോക്സിൽ 4 മാസത്തിന് മുമ്പ് വന്ന കമന്റാണ്. ബീന കണ്ണൻ മാം പറഞ്ഞത് ശരിയാണെന്ന് എല്ലാവർക്കും ഇപ്പോൾ ബോധ്യമായി എന്നാണ് കമന്റ്. അതിന്റെ ആ കമന്റ് 100% എന്ന് വീണ്ടും കമന്റ്സ് നോക്കുക. അവർ കറക്റ്റ് കാര്യം പറഞ്ഞു, അത് ക്രെഡിറ്റ് ആയിട്ട് എടുക്കാതെ തെറ്റുകൾ തിരുത്താൻ നോക്ക്. ജനങ്ങളെന്നും അവസരം തന്നെന്ന് വരില്ല. സീരിയസ്ലി, അതായത് ഇവർ എന്ത് കാര്യം ചെയ്തിരുന്നാലും ഇവരതിനൊരു അവസരമായിട്ട്, ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈ സംഭവത്തിനകത്ത് ഇവരെല്ലാവരും മനഃപൂർവ്വം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. എന്നാൽ എൻ്റെ കമന്റ് ബോക്സിൽ തന്നെ 1 വർഷമായിട്ട് ഇതുപോലെ പ്രോഡക്റ്റ് കിട്ടാത്തവരുണ്ട്, ഓണത്തിന് ബുക്ക് ചെയ്തിട്ടും വിഷുവും മറ്റേ ക്രിസ്മസും കഴിഞ്ഞിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട്, പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. 30 ദിവസമോ 60 ദിവസമോ അല്ല, മാസങ്ങൾ. ഇവരുടെ വർക്കിംഗ് ഡേയ്സ് എന്നൊക്കെ പറയുന്ന ഈ സമയത്തും എന്താ ഞാൻ പറയാം, നിങ്ങളുടെ ഡ്രസ്സ് ഞാനും വാങ്ങി ഇരുന്ന് ക്വാളിറ്റി ഒട്ടും തന്നെ ഇല്ല. കമ്പയർ അതേഴ്സ് ഓൺലൈൻ ഡ്രസ് സെയിൽസ്, വർസ്റ്റ് ക്വാളിറ്റി ഡ്രസ് പർച്ചേസ് ആൻഡ് റിസീവ്ഡ് ആഫ്റ്റർ 3 months, വർസ്റ്റ് പ്രോഡക്റ്റ്, ക്വാളിറ്റി ഈസ് വെരി ബാഡ് ആൻഡ് ഡിലേ ഡെലിവറി. ഇതൊക്കെ 1 വർഷത്തിന് അടുപ്പിച്ചൊക്കെ ആവുന്നു. ക്വാളിറ്റി ഈസ് ഫൈൻ, ദ പ്രോഡക്റ്റ് ഈസ് അട്രാക്റ്റീവ് ബട്ട് ഡിലേ ഡെലിവറി. പലർക്കും പല അഭിപ്രായങ്ങളാണ്. പക്ഷേ ഇത് പറഞ്ഞ തെറ്റൊന്നുമില്ല. ഞാൻ ഓർഡർ ചെയ്ത ഐറ്റംസ് ഇതുവരെയും എനിക്ക് കിട്ടിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഓർഡർ ചെയ്താണ്. എങ്ങനെ ഇത് കംപ്ലൈൻറ്റ് ചെയ്യണം എന്നറിയാത്തത് കൊണ്ടാണ്. ഇതൊക്കെ 6 മാസത്തിന് മുമ്പടക്കം കമൻസിൽ വന്ന് കിടക്കുന്നതാണ്. അപ്പം ആലോചിച്ച് നോക്കണം, പുള്ളിക്കാരത്തി ബീന കണ്ണൻ പറഞ്ഞതിനെക്കുറിച്ച് വളരെ ക്രെഡിറ്റ് ആയിട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ടൊക്കെ എന്നെക്കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, എൻ്റെ കോമ്പറ്റീറ്റർ ആയിട്ടുള്ള ഒരു കോമ്പറ്റീറ്ററിനെ പോലെ പറഞ്ഞല്ലോ എന്നൊക്കെ പറയുമ്പോൾ, മറിച്ച് ബീന കണ്ണൻ പറഞ്ഞ കാര്യം അക്ഷരാർത്ഥത്തിൽ ഇന്ന് ശരിയാവുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം ഇവരുടെ അനുഭവസ്ഥരായിട്ടുള്ള ആൾക്കാർ തന്നെ പറയുന്നത് നന്നായിരിക്കും. പുള്ളിക്കാരത്തി അതിന് ക്രെഡിറ്റ് ആയിട്ട് കണ്ടത് കഴിഞ്ഞില്ല. ഇത് 2 വർഷത്തിന് മുമ്പ് ഈ 24 ന്യൂസിലേക്ക് വന്നതാണ്. ഓക്കെ, 24 ന്യൂസിൽ പുള്ളിക്കാരത്തി യൂട്യൂബേഴ്സിനൊരു ഇതുണ്ട്, ഭീഷണിയുടെ സ്വരം. അത് പക്ഷെ ഞാൻ അതിൽ സമ്മതിച്ച് കൊടുക്കാറില്ല. അപ്പൊ അവരുടെ മെയില് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അവര് നിങ്ങൾ എനിക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ എനിക്ക് ആ പ്രോഡക്റ്റ് തന്നില്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടും. പക്ഷെ അവരുടെ അടുത്ത കംപ്ലൈന്റ് എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന മെയിലിന് റിപ്ലൈ ഇല്ല, അവർ വിളിക്കുന്ന കോളിന് റിപ്ലൈ ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ കോൾ എടുക്കാത്തത്, എന്തുകൊണ്ടാണ് മെയിൽ ചെയ്യാത്തത് എന്നൊരു ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ ചിലവർ അങ്ങനെയല്ല, പേര് മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും. ഇപ്പൊ ലാസ്റ്റ് ഇപ്പോൾ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ 45-45 ഡേയ്സിൽ നമ്മൾ ഒരു പ്രോഡക്റ്റും കൊടുക്കാൻ എവിടെയും എഴുതി വെച്ചിട്ടില്ല. നമുക്കത് കൊടുക്കാൻ പറ്റില്ല. പണിക്കാരുടെ മക്കൾക്ക് പഠിക്കാനുള്ള ഏറ്റവും നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വേണം. കാരണം അവിടെ കുഞ്ഞുമക്കൾ വരെ ജോലിക്കാണ് പോകുന്നത്. 10-25,000 രൂപ സാലറി വാങ്ങുന്ന ഒരാളുടെ വീട്ടിൽ പുള്ളിക്കാരത്തേക്ക് ചക്ക എന്ന് ചോദിക്കുമ്പോൾ ചുക്ക് എന്നുള്ളൊരു കാര്യമാണ്. അതായത് ഈ പ്രോഡക്റ്റ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, വാട്സാപ്പിൻ്റെ അകത്ത് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കാര്യങ്ങളും പ്രോപ്പറായിട്ട് ഒരു ഇത് കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴേക്കും അതിനകത്തുള്ളൊരു മറുപടി എന്താണെന്നുള്ള കാര്യം അറിയാം. ചിലപ്പോൾ ഇത് ഹൈലൈറ്റ്സ് ആയിരിക്കും ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇവർ പറയുന്നത് എന്താ, ഈ യൂട്യൂബേഴ്സ് ചില ആൾക്കാരൊക്കെ ആരാണെന്നൊന്നും അറിയത്തില്ല, യൂട്യൂബ് 2 വർഷത്തിന് മുമ്പ് പറഞ്ഞതാണ്, യൂട്യൂബേഴ്സൊക്കെ അവരുടെ ചാനലിനെ ഇത് തകർക്കാൻ വേണ്ടി നിങ്ങൾ പ്രോഡക്റ്റ് സമയത്ത് തന്നില്ലെങ്കിൽ വീഡിയോ ഇടും എന്നൊക്കെ പറഞ്ഞാണ്. ഈ ഓർഡർ ചെയ്ത വ്യക്തി യൂട്യൂബർ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ, ആ പറഞ്ഞ ഓർഡർ സമയത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ വീഴ്ചയല്ലേ. നിങ്ങളൊരു ഒരു ശത്രുതാ മനോഭാവം വെച്ചതുപോലെ നിങ്ങൾ ആ പ്രോഡക്റ്റ് സമയത്ത് ഇപ്പം ഇവർക്ക് ഇത്രയും ഓർഡർ കിട്ടുന്നുണ്ട്, അതിനനുസരിച്ചിട്ടുള്ള വലിയ റവന്യൂ ഇവർ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം പിന്നെ എന്തുകൊണ്ട് ആ ഒരു അവരുടെ ഹ്യൂമൻ റിസോഴ്സ് അത്രയും കൊണ്ടുവന്നിട്ട് ആൾക്കാർക്ക് സമയത്തിന് കൊടുക്കാനുള്ള കാര്യം കൂടെ ചെയ്തുകൂടാ, ബെറ്റർ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് കൊടുത്തുകൂടാ? ഇതൊക്കെ അവരുടെ പൈസ കൊടുക്കുന്ന ആൾക്കാർക്ക് തിരിച്ച് കിട്ടേണ്ട ഒരു കാര്യമല്ലേ. ചിലപ്പോൾ എന്താ പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ ഈ വളർന്ന് പന്തലിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തായിരുന്നാലും അവർ വളരുമെന്നുള്ളൊരു കാരണം കൊണ്ട് ഈ ആൾക്കാരെ പട്ടി വില കൊടുക്കാറുണ്ട്. ഇനി അങ്ങനെ ഇന്ന് വാങ്ങുന്ന ആൾക്കാരെ പറഞ്ഞാൽ മതിയല്ലോ, അല്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കമന്റ് ബോക്സ് എന്താ 24 ഒക്കെ ഇത്രയും തരം താഴ്ന്നു, ഈ നാട്ടുകാരെ പറ്റിച്ച് ബിസിനസ് ചെയ്യുന്നവരെയൊക്കെ വിളിച്ചു വരുത്തി ഇന്റർവ്യൂ, ഇതും ആ കമന്റ് ബോക്സ് കിടക്കുകയാണ്. ഐ തിങ്ക് യുവർ കസ്റ്റമേഴ്സ് ആയിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ എതിരാളി എന്നുള്ള കാര്യം. അത്രേ ഉള്ളൂ. ഉണ്ടായിട്ടുണ്ടോന്ന് പരാജയപ്പെട്ട് തോക്കാൻ തയ്യാറല്ല. ഇതെന്റെ പാഷനാണ്. ഞാൻ പരാജയപ്പെട്ട് ഉയരങ്ങൾ കീഴടക്കി വിജയിച്ച ഒരാൾ തന്നെയാണ് ഇന്ന് ഈ സമൂഹത്തിൻ്റെ അകത്ത് അവരുടെ സ്ഥാപനത്തിൽ നിന്നും ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്രയും ഗതികെട്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നത്. എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, അതായത് ഈ പറയുന്ന പുള്ളിക്കാരിയോടല്ല, അവർ നിങ്ങളെ പറ്റിക്കുമെന്നിരിക്കെ, അവർ നിങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കുമെന്നിരിക്കെ, എന്തിനാണെന്നേ നിങ്ങൾ ഈ ഈയാമ്പാറ്റ കൂട്ടത്തിൻ്റെ പോലെ നിങ്ങൾ ഈ സംഭവങ്ങൾ വേറെ ഒരിടത്തും ഇല്ല ഈ സാധനങ്ങളൊന്നും. നിങ്ങൾ എന്നിട്ടും അവർക്ക് അതിനോടൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നു. ഇനി ഒരുപാട് പേർക്ക് അബദ്ധം പറ്റുന്നുള്ളൂ. എൻ്റെ കമന്റ് ബോക്സ് അതൊക്കെ വായിക്കാം. ആ കമന്റ് ബോക്സിൻ്റെ അകത്ത് മുഴുവൻ ഇവർക്ക് എഗെയിൻസ്റ്റ് എത്ര കമന്റ് എന്നറിയാമോ. ഇവരുടെ ഈ പ്രോഡക്റ്റ് ഇന്നും കിട്ടാത്ത ആൾക്കാർക്കും അവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ബാഡായിട്ടുള്ള വേസ്റ്റ് ആയിട്ടുള്ള അവരുടെ ഒരു ഇവരുടെ ഈ കസ്റ്റമർ റിലേഷൻഷിപ്പും അതിനെക്കുറിച്ചൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെയാണ് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നത്. എന്നിട്ട് ഇവർ പറയുന്നത് എന്താ, ഈ പരാജയപ്പെട്ടാണ് ഞാൻ ഇങ്ങനെ വന്നതെന്നുള്ള കാര്യം. അവരുടെ സ്വന്തം കഷ്ടപ്പാടിനെ കുറിച്ച് അവർ വളരെയധികം പറഞ്ഞ് അഭിനയിക്കുന്ന സമയത്ത് ഈ പണം കൊടുത്ത് വാങ്ങിയ ആൾക്കാർക്ക് കിട്ടുന്ന ഡിസപ്പോയിന്റ്മെന്റിനെ കുറിച്ച് അവർ കൺസിഡർ ചെയ്യുന്നേ ഇല്ല. ചിന്തിച്ചത് ഒരു ദിവസം എന്തായാലും ഞാനൊരു ഇന്റർനാഷണൽ ബ്രാൻഡാവും, ഇംഗ്ലീഷുകാർക്ക് നന്നായിട്ട് പ്രൊനൗൺസ് ചെയ്യാൻ പറ്റണം മൂൺ ഗോഡസ് എന്ന് പറഞ്ഞൊരു കാര്യം. 2 റൗണ്ട് അവരുടെ കടയുടെ ഫ്രണ്ടിൽ കൂടെ അപ്പച്ച നടക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ ആ കടയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുകയും കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു സങ്കടം വരുമ്പോൾ ഞാൻ ഇങ്ങനെയാണ്. ഒരിക്കൽ പോലും ഇതിനെ ഞാൻ മാറ്റില്ല. കാരണം എനിക്ക് മുറുകെ പിടിക്കാൻ എൻ്റെ മറ്റു കൈയുണ്ട്.
എൻ്റെ കയ്യിലുണ്ട്. പിന്നെ എനിക്ക് വേറൊരാൾ വെയിറ്റ് ചെയ്തിട്ട് ആവശ്യമില്ല. എൻ്റെ പേര്, കടയുടെ പേര് അറിയുന്ന സമയത്ത് ഒരാൾക്കും അറിയരുത് ഇത് ഏത് ജാതി ഉള്ള ആൾ. എന്തുമാത്രം പ്രോഗ്രസീവായിട്ട് തോട്ടം എന്നറിയാം. ഇത് ഏത് ജാതിയുള്ള ആളാണെന്ന് അറിയാത്തത് കൊണ്ട്, അറിയാൻ പാടില്ലാത്തത് കൊണ്ടൊക്കെയാണ് മൂൺ ഗോഡസ് എന്നുള്ള കാര്യം. പിന്നെ ഇംഗ്ലീഷുകാർക്ക് പ്രൊനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണമെന്നുള്ളത് കൊണ്ടൊക്കെയാണ് ചിലപ്പോൾ അവർ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു അച്ചീവ് ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ ഒരു കാര്യമുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ട ആ ഒരു ഹാപ്പിനെസ്സും, കസ്റ്റമേഴ്സിനോട് കൊടുക്കേണ്ട, അവർക്ക് കൊടുക്കേണ്ട ഒരു ബഹുമാനവും, അവർക്ക് കൊടുക്കേണ്ട ഒരു നീതിയും, അവർക്ക് കൊടുക്കേണ്ട ബെറ്റർ പ്രോഡക്റ്റും, ആ ഒരു ക്വാളിറ്റിയും ഇതൊന്നും കൊടുക്കാതെ ഈ പറയുന്ന കുറേ അധികം ആൾക്കാരെ ഇന്നും പറ്റിച്ചുകൊണ്ട് നടക്കുന്ന ആ ഒരു പരിപാടി എന്താ പറയേണ്ടത്? ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ജസ്റ്റ് നോക്കാം. നവംബറിൽ ബുക്ക് ചെയ്ത് 2 വർഷത്തിന് മുമ്പാണ്. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ഇന്ന് ഓർഡർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന ഇത് കാണണം. ഈ ഒരു വീഡിയോ വന്നിട്ട് 2 വർഷമായി. ആ 2 വർഷത്തിന് മുമ്പുള്ള കമൻറ്റാണ്. നവംബറിൽ ബുക്ക് ചെയ്ത് മാർച്ച് കഴിയാറായിട്ട് പ്രോഡക്റ്റ് ഇട്ടിട്ടില്ല. കസ്റ്റമർ കെയർ മോർണിംഗ് മുതൽ ഈവനിംഗ് വരെ വിളിച്ചാലും ഫോൺ എടുക്കില്ല. കുറേ മെസ്സേജ് അയക്കുമ്പോൾ വല്ലപ്പോഴും വരുന്ന റിപ്ലൈ ആണെങ്കിൽ നിങ്ങൾ വേറെ എവിടെ നിന്നെങ്കിലും ഓർഡർ ചെയ്തോളൂ എന്നും, പ്രോഡക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്തോളൂ എന്നുമുള്ള അരഗൻ റിപ്ലൈയും. ഇവരുടെ പോസ്റ്റിലിടുന്ന കമന്റ്സ് എല്ലാം ഇവർ ഡിലീറ്റ് ചെയ്യും. നല്ല പോസിറ്റീവ് കമന്റ്സ് മാത്രം പബ്ലിക്കിന് കാണാം. മുൻകൂട്ടി മാസങ്ങൾക്ക് മുമ്പ് പൈസ വാങ്ങിയിട്ടാണ് ഇവർ കസ്റ്റമേഴ്സിന്റെ പുച്ഛത്തോടെ കാണുന്നത്. വേർസ്റ്റ് എക്സ്പീരിയൻസ് എവർ. നിങ്ങൾ ഈ ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് എന്നുള്ള കാര്യങ്ങൾ കേട്ടിട്ടുണ്ടോ? ഷെയർ മാർക്കറ്റ് ട്രേഡിങ്ങിന്റെ ഏറ്റവും സിമ്പിൾ പരിപാടി പറഞ്ഞുതരാം. ഈ യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്ക് യൂട്യൂബ് റവന്യൂ കൊടുക്കുന്നത് 1 month കഴിഞ്ഞിട്ടാണ്. പക്ഷേ യൂട്യൂബിൻ്റെ അകത്ത് അഡ്വർടൈസ് ചെയ്യുന്ന ആൾക്കാർ ഇൻസ്റ്റന്റ് ആയിട്ട് പൈസ കൊടുത്തതിന് ശേഷം മാത്രമേ അവർക്ക് ആഡ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ചാനൽ വരുന്ന വീഡിയോസിൻ്റെ അകത്ത്. അപ്പം 1 month കഴിഞ്ഞിട്ടാണ് ക്രിയേറ്റേഴ്സിന് പൈസ കിട്ടുന്നത്. സ്വാഭാവികമായിട്ട് ഈ 1 month വരെ യൂട്യൂബ് കിട്ടുന്ന പൈസ അത് തീർച്ചയായിട്ടും അവർ ഷെയർ മാർക്കറ്റ്, മറ്റേ ട്രേഡിംഗ്, അങ്ങനെ വലിയ വലിയ സംഭവത്തിൻ്റെ അകത്ത് പൈസ വെച്ചൊരു പൈസ ഉണ്ടാക്കും എന്ന് വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റേഴ്സിനെല്ലാം കറക്റ്റായിട്ട് പൈസ കൊടുക്കുകയും ചെയ്യും. അതൊന്ന്. ഗൂഗിൾ പേയിൽ ഒരു കമ്പനിയുടെ ബിസിനസ് അക്കൗണ്ടും മറ്റുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഗൂഗിൾ പേയിൽ നമ്മൾ സ്കാൻ ചെയ്യുന്ന പൈസ അവർക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ബാങ്കിൽ നിന്ന് എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈവൻ ഒരു 1 day കഴിഞ്ഞിട്ടായിരിക്കും, 24 hours എന്തോ കഴിഞ്ഞിട്ടായിരിക്കും ആ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് വരുന്നതെന്ന് വിചാരിക്കും. ഇങ്ങനെ പല പൈസകളും ഇതുപോലെ അക്കൗണ്ട് ത്രൂ വന്ന കാശ് അവർ ആ പൈസ എടുത്ത് വെച്ചിട്ട് അതിനെ ഇവർ ട്രേഡിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. ഇവിടെ ആണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ലക്ഷക്കണക്കിന് രൂപ ഒരു പ്രതിദിനം ഓരോ ദിവസം ലക്ഷക്കണക്കിന് രൂപയ്ക്കുള്ള ഓർഡറുകൾ കിട്ടുന്ന ഒരു കമ്പനി ആ സാധനങ്ങൾ കൊടുക്കുന്നത് തന്നെ മാസങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ അത്രയും ദിവസം ഈ കാശ് ഇവരുടെ കയ്യിലിരിക്കും. ഈ കാശിൻ്റെ അകത്ത് ഇവരുടെ പ്രോഫിറ്റും വരുന്നുണ്ടല്ലോ, കയ്യിലിരിക്കും. ഈ കാശിനെ വെച്ചിട്ട് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? അതിനുശേഷം ഇതിന് ചോദ്യം ചെയ്യുന്ന ആൾക്കാരോട് പറഞ്ഞു, ഞാൻ ഇന്റർനാഷണൽ ബ്രാൻഡ് ആവാൻ ശ്രമിക്കുന്ന ആളാണ്, ഞാൻ വളരെ കഷ്ടപ്പെട്ട് വന്ന ആളാണ്, പണ്ടൊരു മോഡലിനെ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാത്ത ഒരാളായിരുന്നു, ഇന്ന് എനിക്ക് സത്യം പറഞ്ഞ ഒരു ക്യാമറ പോലും കണ്ടിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്കാർ, പക്ഷെ ഇന്ന് എനിക്ക് ആ ഒരു സാഹചര്യമൊക്കെ മാറി. എൻ്റെ നല്ലവരായ കസ്റ്റമേഴ്സ്, നല്ലവരാണോ കസ്റ്റമേഴ്സിനോട് ബഹുമാനമുണ്ടോ? കസ്റ്റമേഴ്സ് തന്നെ പറയൂ, ഇങ്ങനെ പറ്റിക്കരുത് കേട്ടോ, ഇങ്ങനെ പറ്റിക്കരുത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം അവരൊരു കയറ്റത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ കയറ്റത്തിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. ഇതിനകത്ത് ഞാനതൊന്നും പറയുന്നില്ല, കാരണം നമ്മളായിട്ടൊന്നും അത്രയൊന്നും വേണ്ടല്ലോ. ഇനി എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ അകത്തുള്ള കമൻറ്റുകൾ കാണാം. നല്ല രസമാണ് കമൻറ്റുകളൊക്കെ. ഒരു ദിവസത്തിന് മുമ്പ് ഞാനിട്ട വീഡിയോ ആണ്, ഒരു ദിവസം ആയതേ ഉള്ളൂ. അപ്പം ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ തന്നെ ഐ ആം ഓൾസോ റണ്ണിങ് എൻ ഓൺലൈൻ ബുട്ടിക്, കസ്റ്റമർ ഓർഡർ കിട്ടുന്ന അന്നാണ് റോ മെറ്റീരിയൽസ് എടുക്കുന്നത്, പക്ഷേ 1 weekൻ്റെ 16 ദിവസത്തിനുള്ളിൽ അവർ അപ്പോൾ ഇത് കൊടുക്കാൻ ശ്രമിക്കുന്നുള്ള കാര്യം. ഞാൻ ആ വഴിക്ക് പോയിട്ടുള്ള ആൾക്കാർ അവരുടെ പ്രോഡക്റ്റ് പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിട്ട് അവരുടെ പോയി പണി വാങ്ങുന്നത് എന്തിനാണ്? സത്യം ഇത്ര പേർക്ക് അനുഭവം ഉണ്ടായിട്ട് ആരും കേസ് കൊടുത്തിട്ടില്ല. ഈ പരാതി കേൾക്കാൻ തുടങ്ങി 4-5 വർഷം കഴിഞ്ഞു സത്യം. എന്നിട്ടും ആ സ്ത്രീക്ക് ഓർഡർ കിട്ടുന്നുണ്ട്, സ്ഥാപനം മുന്നോട്ട് പോകുന്നുണ്ട്, അത് പൂട്ടിക്കാൻ ആരും ഇല്ലെന്ന് ചോദിക്കുന്നു. ഇത്രയും പ്രോബ്ലംസ് ഉള്ള സ്ഥലത്ത് പോയിട്ട് എന്തിനാണ് വാങ്ങുന്നത്? ഞാനും വാങ്ങിയിട്ടില്ല ഭാഗ്യം. പണി കിട്ടിയവരെല്ലാം ഒരു മീറ്റിംഗ് വെക്കുക. യെസ്, എനിക്കിങ്ങനെ തന്നെ ഡിലേ നോക്ക് 60 working days എന്നാണ് പറഞ്ഞത്. 1 വർഷം കഴിഞ്ഞാണ് കിട്ടിയത്. 60 working days എന്ന് പറയുന്ന 1 വർഷമാണ്. 365 ദിവസത്തിൻ്റെ അകത്ത് കുറേ ദിവസം സാറ്റർഡേ സൺഡേ അല്ലെങ്കിൽ ഹോളിഡേസ് എല്ലാം ഒഴിവാക്കിയാലും 60 ദിവസം എന്ന് പറയുന്ന സാധനത്തിന് 365 ദിവസം കഴിഞ്ഞ് കിട്ടുമ്പോഴേക്കുള്ള ഒരു സംഭവം ആലോചിച്ച് നോക്കണേ. എന്ത് തരത്തിലുള്ള ബിസിനസ്സാണ് അത്? അതിന് സ്കാം എന്നുള്ളത് എന്താ പറയേണ്ടത്? 1 വർഷം കഴിഞ്ഞാണ് കിട്ടിയത്. ഞാൻ അവരുടെ എറണാകുളം ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ അവരുടെ സ്റ്റാഫ് വളരെ മോശമായി സംസാരിച്ചു. ഞാൻ അവരുടെ സ്റ്റാഫിനോട് ചോദിച്ചു, 1 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 60 working days ആയിട്ടില്ലെന്ന്. അപ്പോൾ അവർ അതേ എന്ന് പറഞ്ഞു. ഇത്ര മോശം അനുഭവം എനിക്ക് ആദ്യമായിട്ടാണ്. ഇനി ഒരിക്കലും മൂൺ ഗോഡസിൽ നിന്നും ഡ്രസ്സ് എടുക്കത്തില്ല എന്ന് പറയുന്നു. ഞാനൊരു ഡൗട്ട് ചോദിക്കട്ടെ, ഇത്രയും നെഗറ്റീവ് വരുമ്പോൾ നിങ്ങൾ എന്ത് ധൈര്യത്തിലാണ് ഓർഡർ ചെയ്യുന്നത്? 60 days ആകുന്നെങ്കിൽ എന്തിനാണ് ഓൺലൈൻ വാങ്ങുന്നത്? സത്യം ഉള്ള കാര്യമാണ്. മിക്കവർക്കും കിട്ടുന്ന മെറ്റീരിയൽ ക്വാളിറ്റിയും കൊള്ളത്തില്ല. ആസ്വി വ്ളോഗ്സ് ഭയങ്കര സപ്പോർട്ടാണ് അവർക്ക്. ആഡ്സ് ഒക്കെ നന്നായി ചെയ്യാറുണ്ട്. ആരാണ് ഈ ആസ്വി വ്ളോഗ്സ്? എനിക്കറിയത്തില്ല. ഹെയ്തി സാദി ഓൾസോ എന്ന് പറയുന്നു. എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഇല്ലാതെ നിൽക്കുമോ? അവർ കൊളാബ് ആണെന്താ സത്യം എന്നൊക്കെ പറയുന്നു. എന്നാലും വീണ്ടും വാങ്ങുന്ന ആൾക്കാരെ സമ്മതിക്കണം. അസ്വി മലയാളം ചാനലിൽ ചേച്ചി അധികവും മൂൺ ഗോഡസിനെ സപ്പോർട്ട് ചെയ്യുന്നതായി കാണാറുണ്ട്. അവർ ഫ്രണ്ട്സ് ആണ് എങ്കിൽ പോലും അവരുടെ കസ്റ്റമേഴ്സിനെ നിരാശരാക്കരുത് എന്നെങ്കിലും പറഞ്ഞൂടെ? മെറ്റീരിയൽ ക്വാളിറ്റിയും കൊള്ളത്തില്ല എന്ന് ഒരുപാട് റിവ്യൂസ് പലരിൽ നിന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഹൂ കേഴ്സ് അബൌട്ട് കസ്റ്റമേഴ്സ് ആൻഡ് വ്യൂവേഴ്സ് ഡിയർ, ദേ ജസ്റ്റ് യൂസസ് ദെയർ ഓൺ ഗ്രോത്ത്. അവർക്ക് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു നിങ്ങളെന്നാണ്.
അതിനി മനസ്സിലാക്കുന്നില്ല. ചില ആൾക്കാരുടെ വിചാരം സബ്സ്ക്രൈബേഴ്സിന് ഇത്തരം ടീംസിന് പേടിയാണെന്നാണ്. എല്ലാ യൂട്യൂബേഴ്സിനും ഇത്തരം ബിസിനസ്സുകാർക്ക് ഒരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിനെ കസ്റ്റമേഴ്സിനോടൊക്കെ പുച്ഛമാണെന്നൊക്കെ പറയുന്നത്. ഈ അസ്വി വ്ളോഗ്സ് ആരാണെന്ന് അറിയണമല്ലോ. ഇത് എല്ലായിടത്തും ഈ കമൻറ്റ് ഞാൻ കാണുന്നത്. ഈ അസ്വി വ്ളോഗ്സ്, ഹൂ ഇസ് അസ്വി വ്ളോഗ്സ്? അസ്വി വ്ളോഗ്സ് എന്നാണോ? അസ്വി വ്ളോഗ്സ്. അയ്യോ, ഈ പുള്ളിക്കാരത്തിയോ? ഇവർ മറ്റേ ബ്യൂട്ടി വ്ളോഗർ അല്ലേ? എനിക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ 15th 2021 15th നവംബറിൽ ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് ഇതുവരെ വന്നിട്ടില്ല. 2021 നവംബർ 15 ഓർഡർ ചെയ്ത പ്രോഡക്റ്റ് 2025 വരെയും അവർക്ക് വർക്കിംഗ് ഡേയ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചിന്തിക്കും? നിങ്ങൾ കേസ് കൊടുക്കൂ പ്ലീസ്. പ്രോഡക്റ്റ് വന്നിട്ടില്ല. വെയിറ്റഡ് ഫോർ 19 വർക്കിംഗ് ഡേയ്സ്. അത് കഴിഞ്ഞ് ഇനിയും കുറേ മന്ത്സ് വെയിറ്റ് ചെയ്തു. ചോദിച്ചു ചെന്നപ്പോൾ പലതവണ ഇൻസൾട്ട് ചെയ്ത് വിട്ടു. കഷ്ടം. അവർ ചോദിച്ച സ്ക്രീൻഷോട്ട്സ്, സ്ക്രീൻ റെക്കോർഡ് ഒക്കെ കൊടുത്തു, ഇൻക്ലൂഡിങ് ദ സ്ക്രീൻ റെക്കോർഡിംഗ് ഓഫ് മീ ഓപ്പണിംഗ് മൈ മെയിൽ. ദേ വെർ ബീങ് സോ ചീപ്പ് ആൻഡ് കംപ്ലൈൻറ്റ് ചെയ്ത് കമൻസ് ഇട്ടപ്പോൾ കമൻസ് ഡിലീറ്റ് ആക്കി. ദേ സെഡ് ഇഫ് യു വാണ്ട് ഫ്രീ പ്രോഡക്ട്സ് വി ഗീവ് ഡൊണേഷൻസ്. അടിപൊളി. അത് പിന്നെ ഞാൻ ചോദിച്ചു പോയിട്ടില്ല. അവർക്ക് ഡൊണേഷൻസ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് ഞാൻ വെച്ചു. ഓൾസോ ഓൺലൈൻ കൺസ്യൂമർ കോർട്ടിൽ കംപ്ലൈൻറ്റ് കൊടുത്തു, ഒരു കാര്യം ഉണ്ടായില്ല. അതും അങ്ങനെ കൺസ്യൂമർ കോർട്ടിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഒന്നും ഉണ്ടായിട്ടില്ലെന്ന്. കൺസ്യൂമർ കോർട്ടിൽ കംപ്ലൈൻറ്റ് കൊടുക്കുമെന്ന് പറയുന്നു. സോ നമുക്ക് ഇവരെല്ലാം പറയുന്നുണ്ടല്ലോ. ഈ പുള്ളിക്കാരത്തിയുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിനകത്തൊക്കെ ഒന്ന് പോയിട്ട് ഈ പറഞ്ഞ ആൾക്കാരുടെ മൂൺ ഗോഡസിൻ്റെ അതിനകത്ത് കമൻസ്, മൂൺ ഗോഡസ് കമൻറ്റുകൾ നോക്കാം. അതാ വന്നേക്കുന്ന വീഡിയോസ്. ഇതാ 3 hours മുമ്പ് വന്ന വീഡിയോ. ഒരൊറ്റ കമൻറ്റ്. ഇതിനകത്ത് കമൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഈ കമൻസിൻ്റെ അകത്ത് ഇവരെ പ്രൈസ് ചെയ്തുകൊണ്ടും നല്ലത് പറയുന്ന കമൻറ്റുകൾ മാത്രമേ അവിടെ കിട്ടുന്നുള്ളൂ എന്നാണ് ആൾക്കാരുടെ പരാതി. സോ സംഭവം അവർ അടിപൊളിയായിട്ട് വീഡിയോ ഇപ്പോൾ പറയുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു വെച്ചാൽ അവർ അടിപൊളിയായിട്ടൊക്കെ വീഡിയോസൊക്കെ ഇടുന്നു. ആ വീഡിയോയിൽ കാണുന്ന ക്വാളിറ്റി ഒന്നും കയ്യിൽ കിട്ടുമ്പോൾ ഇല്ല എന്നുള്ളതൊക്കെ അടക്കം പറയുന്നു. പലതരത്തിലും ആൾക്കാർ ഈ പറ്റിക്കപ്പെടാൻ വേണ്ടി നിൽക്കുന്ന മലയാളികളെ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വീണ്ടും വഞ്ചിതരാകാൻ വേണ്ടിയിട്ടും ആൾക്കാർ പറയുന്ന മോഹന വാഗ്ദാനങ്ങൾ കേട്ടിട്ട് ഇതിനകത്ത് എന്തോ വലിയ സാധനം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അകത്തൊക്കെ കിട്ടുമെന്നുള്ള സംഭവങ്ങളൊക്കെ പോലെ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടയാൽ എത്രയോ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ജീവിക്കാൻ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പേര് ഇതുപോലെയൊക്കെയുള്ള ബിസിനസ്സുകളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അവരുടെ അടുത്ത് പുച്ഛമായിരിക്കും. പക്ഷേ ഒരു പ്രാവശ്യമെങ്കിലും ഒരു അവസരം കൊടുത്ത് ഒരു പ്രോഡക്റ്റെങ്കിലും അവരെ പോലുള്ള ആൾക്കാർ നിങ്ങൾക്ക് വാങ്ങാനൊന്ന് ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് അതിനകത്ത് ക്വാളിറ്റി ഉണ്ടോന്നോ സമയത്തിന് കിട്ടുമെന്നുള്ള കാര്യം ആദ്യം ഒരു പ്രാവശ്യമെങ്കിലും നോക്കുക. ഇന്ന് ഇതൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ളവരോട് ഒരു അടിമ സ്വഭാവമാണ്. പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്തുള്ള ഒരു മുതലാളി തൊഴിലാളി ഒരു മറ്റേ അടിമ ഉടമ പരിപാടി പോലെ. അതുകൊണ്ട് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു അവസരം കൊടുത്ത് അവരുടെ അടുത്ത് നിങ്ങൾ പ്രോഡക്റ്റൊക്കെ വാങ്ങാൻ ശ്രമിച്ചു നോക്കൂ. മേ ബി അവർ ചിലപ്പോൾ നിങ്ങളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തേക്കാം. ഇതെൻ്റെ റിക്വസ്റ്റ് മാത്രമാണ് കേട്ടോ. നിങ്ങൾ എവിടെ നിന്ന് വാങ്ങുകയോ ചെയ്തോളൂ. ഒരുപാട് സ്ഥലങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കറിയുന്ന ഒരുപാട് അവരൊക്കെ നല്ല സക്സസ്ഫുള്ളി ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ട് നല്ല ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ അവർ കസ്റ്റമേഴ്സിനെ കൊണ്ടുപോകുന്നുണ്ട്. സോ ഇടയ്ക്ക് 1-2 കംപ്ലൈൻറ്റ് കേസുകളൊക്കെ ഇപ്പോൾ അതുപോലെ എൻ്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ട്. അതായത് ചില സ്ഥലത്ത് ഓൺലൈൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തു നിന്നൊക്കെ ചില ഓർഡറൊക്കെ കൊടുത്തിട്ട് സമയത്തിന് കിട്ടാത്തതും റീഫണ്ട് കിട്ടാത്തതൊക്കെ. ഞാൻ പറഞ്ഞ 1-2 ഒരാൾ ഭയങ്കര പ്രമുഖരാണ്. നിങ്ങൾക്ക് പറഞ്ഞ പ്രമുഖ പേര് പറഞ്ഞാൽ അറിയാൻ പറ്റും. ഒരു ആങ്കറൊക്കെ ആയിരുന്നു പുള്ളിക്കാരത്തിയുടെ ഓൺലൈൻ ഷോപ്പ്. പക്ഷേ പുള്ളിക്കാരത്തിയോട് ജസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ അടുത്തൊരു വ്യക്തി ഇതുപോലെ ഒന്ന് പറഞ്ഞു ഇതെന്താണെന്ന് പറഞ്ഞു. ആ 10-15 മിനിറ്റ് അതിനകത്ത് ആ സാധനം ക്ലിയർ ചെയ്തു. ചിലതൊക്കെ അവർ വിട്ടുപോകുന്നതുകൊണ്ട്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരുണ്ട്. പിന്നെ വേറെ കുറേ ആൾക്കാരെ നമ്മൾ പരിഹരിച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്തൊക്കെ വന്ന് പറഞ്ഞു ഇതുപോലെയൊക്കെയാണ് പൈസ പോയി ചേട്ടാ, ഒരു നിവൃത്തിയില്ല, വീട്ടുകാർ വഴക്ക് പറയും, അതുകൊണ്ട് ആരോടും പറയാനും നിവൃത്തിയില്ല, പൈസ പോയി, ഇവർ സമയത്തിന് പ്രോഡക്റ്റ് തരുന്നില്ല. ഞാൻ പോയി സംസാരിച്ചിട്ട് അത് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ കേൾക്കുന്നവരുണ്ട്, ചില റൂഡായിട്ട് പെരുമാറുന്നവരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് അങ്ങനെ കാണാമെന്ന് പറഞ്ഞപ്പോഴേക്കും പിന്നീട് അവർ റീഫണ്ട് ചെയ്യുന്നുള്ള കാര്യം അറിയുന്നു. സോ അതാ പറഞ്ഞേ, ചിലരിങ്ങനെയാണ്. അവരുടെ അടുത്ത് പോയി തലവെച്ച് കൊടുക്കാതെ ഇതിനെ നിങ്ങൾക്ക് ഒരെണ്ണമല്ല 100 ഓപ്ഷൻസ് ഇപ്പോൾ കിടപ്പുണ്ട് ഓൺലൈനായിട്ട്. ചെന്ന് വീഴരുത്. കാരണം ഈ പറയുന്ന ഫോട്ടോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗൂഗിൾ ഫോട്ടോസ് എന്നുള്ള സാധനം തന്നെ ഉണ്ട്. അതിനകത്തൊക്കെ പോയിട്ട് നിങ്ങൾ ഗൂഗിൾ ലെൻസിൽ വെച്ചിട്ട് നിങ്ങൾ ആ സാധനത്തിൻ്റെ സെയിം മെറ്റീരിയൽ കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആ ഒരു പ്രോഡക്റ്റിൻ്റെ ആ ഒരു പേര് കാണുമല്ലോ, അത് സിമിലർ ആയിട്ടുള്ള എത്രയും പ്രോഡക്റ്റ് കിട്ടും. നോക്കൂ, ഇത് സത്യം. ഇതൊക്കെ ചെന്ന് ചതിക്കുഴിയിൽ വീഴരുത്. ഇവരൊക്കെ നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും അവരൊക്കെ ഒന്നും നെവർ മൈൻഡ്. അവരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള സാമ്പത്തിക അടിത്തറ അതിൻ്റെ അത്രയും ഭീമമായിരിക്കും. അതുകൊണ്ട് തന്നെ അവരിത് ബാധിക്കുന്നൊന്നും പോകുന്നില്ല. പൈസ ഉണ്ട്. പിന്നെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഇവരുടെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടൊന്നും നടക്കുന്നില്ല, കറക്റ്റായിട്ട് ഇതെടുക്കുന്നില്ല, ആക്ഷൻസ് എടുക്കുന്നില്ല എന്നൊക്കെ.
സോ എനിക്കറിയത്തില്ല. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ മറ്റേ ഈ അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന് പറയും. അതുപോലെ മോഹന വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുകയും നിങ്ങളെ പറ്റിക്കുകയും ചെയ്തിട്ട് അവർ ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ നിങ്ങളാദ്യം നിങ്ങൾ എവിടെ എന്തിന് നിങ്ങളുടെ പൈസ ചിലവാക്കണമെന്ന് നിങ്ങളുടെ ബോധം അത് കറക്റ്റായിട്ട് ചെയ്യണം. ഒരു നമ്മുടെ മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള ഒരു പരസ്യമായിരുന്നു ഇന്ദുലേഖയുടെ ഒരു സോപ്പ്. ആ സോപ്പോ ക്രീമോ എന്തോ വാങ്ങിച്ചിട്ട് ഉപയോഗിച്ചിട്ട് ഞാൻ വെളുത്തില്ല എന്ന് പറഞ്ഞ ഒരാൾ കൺസ്യൂമർ കോർട്ടിൽ കേസ് കൊടുത്ത് 10 ലക്ഷം രൂപ എന്തോ കൊടുക്കേണ്ടി വന്നു. 10 ആണെന്നാണ് എൻ്റെ വിശ്വാസം. അത് മാറ്റമുണ്ടെന്ന് നിങ്ങൾ പറയണം. കൊടുക്കേണ്ടി വന്നു. ഇവരിന്ന് പറയുന്നില്ലേ കൺസ്യൂമർ കോർട്ട്, അങ്ങനെ കൺസ്യൂമർ കോർട്ടിൽ പോയിട്ട് ചുമ്മാന്നും വെറുതെ തള്ളിക്കളയത്തൊന്നുമില്ല. നിങ്ങൾ അതിൻ്റെ പുറകെ നടക്കാമെങ്കിൽ നല്ലൊരു അഡ്വക്കേറ്റിനെ വെച്ചോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ടോ ഒക്കെ പോയി അങ്ങനെ എത്രയോ പേര് വലിയ വലിയ കമ്പനികളെ മുട്ടുകുത്തിച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചങ്ങ് വിചാരിച്ച് ജോയിൻ്റ് ആയിട്ടൊക്കെ പോയി കൊടുത്തു കഴിഞ്ഞാൽ അതിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. സോ അങ്ങനെയും കൂടെ നോക്കണം. ഇങ്ങനെയുള്ള ആൾക്കാരെ എന്നും പറ്റിക്കാൻ പാവപ്പെട്ടവർ വീണ്ടും ഇത് അറിയാതെ ചെന്ന് പൈസ കൊടുത്ത് പറ്റിക്കപ്പെടും. സോ മൂൺ ഗോഡസ് എന്തായാലും നന്നായിട്ട് വളരട്ടെ കേട്ടോ. സോ ഗൈസ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അടുത്ത വീഡിയോ ഗൈസ് ബൈ.